ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ ഈ ആഴ്ചയിലെ വിശേഷവും അതുപോലെ തന്നെ നമ്മുടെ പിങ്കി പിണങ്ങി പോയിരിക്കുകയാണ്. അപ്പൊ പിങ്കി രണ്ടും കൽപ്പിച്ച് പിണങ്ങി പോയെങ്കിലും പിങ്കിക്ക് ഒരിക്കലും അർജുനെ കാണാതിരിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ പിങ്കിക്ക് അർജുനോട് സ്നേഹമുണ്ട് എന്നും ഇതിനകം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ ഏതായാലും പിങ്കി പിണങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയുടെ അച്ഛൻ ഡിവോഴ്സ് പേപ്പറാണ് മുന്നിലിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒപ്പുവെക്കണോ അതോ ഇനി നമ്മുടെ പിങ്കിക്ക് മടങ്ങി പോണോ എന്നൊക്കെ പിങ്കി തീരുമാനിക്കണം. അതവിടെ നിൽക്കട്ടെ. പിന്നെ കാണിച്ച ഒരു ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാല് അവിടെ കുറെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കട്ടെടുത്തിട്ട് നമ്മുടെ നയന അത് പിങ്കിയുടെ തലയിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ പിങ്കിക്ക് ഇതൊന്നും അറിയില്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിങ്കിയുടെ ബാഗിനകത്തായിരുന്നു ആ സ്വർണം വെച്ചു കൊടുത്തതും. പിങ്കിയുടെ തലയിൽ ഇതെല്ലാം കെട്ടിവെക്കാൻ വേണ്ടി അവിടെ ഉള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. പിങ്കി എന്തുകൊണ്ട് ഇത് കൊണ്ടുപോയി കൂടാ, ഇവിടെയുള്ള വീട്ടിലെ എല്ലാവരെയും അന്വേഷിച്ചു, എല്ലാവരുടെയും ബാഗൊക്കെ പരിശോധിച്ചു, പക്ഷെ എന്തുകൊണ്ട് പിങ്കിനെ നിങ്ങൾക്ക് സംശയിച്ചുകൂടാ? പിങ്കി ആ ഒരു സമയത്ത് ഇറങ്ങിപ്പോയിട്ട് ചിലപ്പോൾ ഇതും എടുത്തോണ്ടാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു. വേറെ ആരും വിശ്വസിക്കില്ല നമ്മുടെ പിങ്കി കൊണ്ടുപോയില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സുമംഗല ഈ കാര്യം പറഞ്ഞത് വേറൊരു തരത്തിലാണ്. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഇത് അവളുടെ തലയിൽ കെട്ടിവെക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും അവൾ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ സുമംഗല അപ്പച്ചി. അപ്പൊ അവളെ ഒഴിവാക്കാൻ നമുക്ക് നിസ്സാരമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രശ്നമാക്കി തീർക്ക് എന്നിട്ട് അവളെ നാണം കെടുത്തതെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു. അങ്ങനെ ഫോൺ വിളിച്ച ആ ഒരു സീനും കൊണ്ടാണ് ലാസ്റ്റ് സീന് അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഇന്നലെ ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് സീന്, ഈ ആഴ്ചത്തെ ലാസ്റ്റ് സീന് കിട്ടിയത്. അപ്പൊ ഇനി ഞാൻ അങ്ങോട്ടേക്ക് പറയാൻ പോകുന്നത് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളാണ്, അടുത്ത ആഴ്ചയിലെ ഫുൾ പ്രമോ വിശേഷങ്ങളാണ്. അങ്ങനെ ഫോൺ കോൾ വന്നതും നമ്മുടെ പിങ്കിയോട് പറഞ്ഞു, വേറെ ആരുമല്ല നിന്റെ അമ്മായിയമ്മയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കിയുടെ പപ്പ എടുത്ത ഉടനെ തന്നെ ചോദിച്ചു, അല്ല എന്താ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? എന്റെ മോളെ ഇനിയിപ്പോ അങ്ങോട്ടേക്ക് പറയാനാണെങ്കിൽ ഒരിക്കലും എന്റെ മോൾ ഇനി അങ്ങോട്ടേക്ക് വരില്ല, എന്റെ മോളെ ഞാൻ അങ്ങോട്ടേക്ക് വിടില്ല എന്ന് പറഞ്ഞപ്പം തന്റെ മോളെ ആരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? തന്റെ മകൾ ഇങ്ങോട്ടേക്ക് വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വിളിച്ചത് വേറെ ഒന്നിനുമല്ല, തന്റെ മകൾ ചെയ്ത വൃത്തികേട് തന്നോട് പറയണമെന്ന് തോന്നി. എന്റെ മകൾ എന്ത് വൃത്തികേടാ ചെയ്തത്? എന്റെ മകളല്ല, നിങ്ങളുടെ മകനെ വൃത്തികേട് ചെയ്തതും കാണിച്ചതും ഒക്കെ. കാരണം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒന്നുമില്ലല്ലോ. ഒരു പെണ്ണിനെ അവിടെ വിളിച്ചു വരുത്തി ആ പെണ്ണിന്റെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന ഒരുത്തന്റെ കൂടെ എന്റെ മോളെ പറഞ്ഞു വിടില്ല. എന്റെ മോൾ അവിടെ നിന്ന് അനുഭവിച്ചു കുറെ. എന്റെ മോക്ക് ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതൊരിക്കലും അർജുന്റെ കൂടെ ആയിരിക്കില്ലെന്ന് പറഞ്ഞപ്പോ ജീവിതമോ നിങ്ങളുടെ മകൾക്ക് ജീവിതം ഒന്നും കൊടുക്കേണ്ട കാര്യം എന്റെ മകനില്ല. ഇപ്പൊ ഞാൻ അതിനല്ല വിളിച്ചത്. ഇവിടെ നിന്നേ നിങ്ങളുടെ മകളെ കുറെ സ്വർണവും പണവും അങ്ങോട്ട് എടുത്തോണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടതും എന്റെ മകള് സ്വർണം എടുത്തോണ്ട് പോരാനോ? അതും എന്റെ മകൾ ഇങ്ങോട്ടേക്ക്? എന്റെ മകൾ ഒരിക്കലും അവിടുന്ന് സ്വർണവും പണവും എടുത്തോണ്ട് പോകില്ല എന്ന് പറഞ്ഞപ്പം ആര് പറഞ്ഞു? നിങ്ങളുടെ മകൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ അന്ന് രാത്രി തന്നെയാണ് ഇവിടുത്തെ സ്വർണം കാണാതായിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഉള്ളവരെ എല്ലാവരെയും പരിശോധിച്ചു, ഇവിടെ ആരും സ്വർണം കണ്ടിട്ടുമില്ല, എടുത്തിട്ടുമില്ല. പിന്നെ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഈ വീട്ടിലെ സ്വർണം എടുക്കില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ സ്വർണം മുഴുവനും അവള് തന്നെ ആയിരിക്കും എടുത്തോണ്ട് പോയിരിക്കുന്നത്. അവക്ക് വലിയ ലാഭം തന്നെയാണല്ലോ. അവക്ക് എന്താ നഷ്ടം? എന്റെ മകനല്ലേ മൊത്തം നഷ്ടവും സംഭവിച്ചിരിക്കുന്നത്. അവൾ എടുത്തോണ്ട് പോയ സ്വർണം മുഴുവൻ ഇവിടെ കൊണ്ട് വെച്ചില്ല എങ്കിൽ നാളെ ഈ വീട്ടിൽ ഒരു ശവശരീരം ഉണ്ടാകും. അത് വേറെ ആരുടെ അല്ല, എന്റെ ഏടത്തിയുടെ ശവശരീരം ആയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെടുത്ത സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. ഏതായാലും ഇത് കേട്ടതും നമ്മുടെ പിങ്കിക്ക് അരിശം വന്നു. പിങ്കി ഫോൺ മേടിച്ചിട്ട് ആര് സ്വർണം എടുത്തോണ്ട് പോയെന്നാ ഈ പറയുന്നത്? എനിക്ക് നിങ്ങളുടെ ഒരു സ്വർണം എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് ആവശ്യത്തിന് സ്വർണം മുതൽ ഇവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒരു കോപ്പ് സാധനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കി അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഏതായാലും സുമംഗല പറഞ്ഞു, നീ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ, പക്ഷെ നിന്നെ പരിശോധിച്ചേ പറ്റൂ. കാരണം ഇവിടെയുള്ള എല്ലാവരെയും പരിശോധിച്ച സ്ഥിതിക്ക് നിന്നെയും പരിശോധിക്കണം. അതുകൊണ്ട് അവിടെ വന്നിട്ടാണെങ്കിലും നിന്നെ പരിശോധിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പിങ്കി പറയുന്നുണ്ട്, പപ്പ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല പപ്പയ്ക്ക് അറിയാലോ, എനിക്കതിന്റെ കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം എനിക്കറിയാം മോളെ, ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണം. അതിനുവേണ്ടിയുള്ള അടവാ. വേണ്ട, എന്റെ മോള് പോകേണ്ട കാര്യമില്ല. എന്റെ മോളെ കള്ളിയാക്കിയെടുത്തേക്ക് ഇനി നീ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല പപ്പ, ഒരിക്കലും ഞാൻ അങ്ങോട്ടേക്ക് ഇനി പോവില്ല, ഞാൻ അവിടെ നിന്ന് പോന്നു. പക്ഷെ ഞാൻ ഇപ്പൊ ഓർത്തത് എന്നെ വിളിക്കാനായിരിക്കുമെന്നാ. പക്ഷെ അതും എന്നെ വിളിക്കാനുമല്ല, എന്നെ കള്ളിയാക്കാൻ വേണ്ടിയല്ലേ വിളിച്ചത്. അത് ചെയ്തത് മിക്കവാറും അവിടെയുള്ള ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അത് നയന തന്നെ ആയിരിക്കും. എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി അവളായിരിക്കും ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ നിനക്കിനി നയനെ കുറിച്ചോ അർജുനെ കുറിച്ചോ
അവിടെയുള്ള ആരെക്കുറിച്ചും നിനക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല മോളെ. ഞാൻ പറഞ്ഞല്ലോ, ഡിവോഴ്സ് പേപ്പർ അതിവിടെ വെച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഒപ്പിട്ട് അങ്ങോട്ടേക്ക് അയക്കുക എന്നത് മാത്രമേ നമുക്ക് ഇനിയുള്ളൂ. ഇനി ആ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ പിങ്കിയുടെ പപ്പ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം ആയിക്കോട്ടെ, അർജുന് ഒരു സമാധാനവും കിട്ടുന്നില്ല കേട്ടോ. പിങ്കിക്ക് ഒരു സമാധാനം കിട്ടാത്ത പോലെ തന്നെയാണ് നമ്മുടെ അർജുനും. ഒരു സമാധാനവും അർജുനും കിട്ടുന്നില്ല. അങ്ങനെ അർജുൻ ഇങ്ങനെ വല്ലാണ്ട് ഊണുമില്ല ഉറക്കവും ഇല്ലാതെയൊക്കെ തന്നെ ആട്ടോ അർജുനും ഉള്ളത്. നമ്മുടെ പിങ്കി എങ്ങനെയാണോ അതുപോലെ തന്നെ. അങ്ങനെ അർജുന്റെ അടുത്ത് ഗൗതം വന്നിട്ട്, അർജുൻ നിനക്ക് എന്താ പറ്റിയത് അർജുൻ? ദേ ഒരു ജീവിതമുള്ളൂ, ആ ജീവിതം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തത്തിച്ച് കളയാനുള്ളതൊന്നുമല്ല. നീ ഒരു കാര്യം ചെയ്യണം, നീ പിങ്കിനെ പോയി വിളിച്ചുകൊണ്ട് വരണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, എന്നെ വേണ്ടാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവളെ പോയി ഞാൻ എന്തിനാ വിളിച്ചുകൊണ്ട് വരേണ്ടത്? അതിന്റെ കാര്യമുണ്ടോ ഏട്ടാ? അതിന്റെ കാര്യമൊന്നുമില്ല. ഏതായാലും അവക്ക് വരാൻ ഇങ്ങോട്ട് തോന്നുമ്പോ വരട്ടെ. അവള് ചെയ്ത തെറ്റാണ് നമുക്ക് തോന്നും ഒരിക്കൽ. അവൾ അന്ന് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുമ്പം നമ്മുടെ നന്ദി ഇതൊക്കെ കേട്ടോണ്ട് വരും. അപ്പൊ നന്ദി ഇങ്ങ് വന്നിട്ട് പറഞ്ഞു, അതെ അർജുൻ മുഴുവൻ തെറ്റിദ്ധരിച്ചിരിക്കുക. പിങ്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജുനെ സ്നേഹിച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടല്ലേ നയന അർജുനോട് കൂടുതൽ ഇടപെടുന്നതും അങ്ങനെ അധികാരത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അവൾ ഒരു സംശയ രൂപേണ കാണുന്നത്. അത് അർജുനോടുള്ള സ്നേഹം കൊണ്ടല്ലേ. അതല്ലേ അർജുൻ ഇപ്പൊ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അവളെ സങ്കടപ്പെടുത്താതെ പിങ്കിനെ പോയി കൂട്ടിക്കൊണ്ട് വരണം. നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്ന കാണാനല്ലേ ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പിന്നെ അർജുൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. നയനെക്കുറിച്ച് അർജുന് നല്ല കാര്യങ്ങൾ മാത്രമേ പറയാൻ കാണത്തുള്ളായിരിക്കാം. പക്ഷേ അങ്ങനെയല്ല. നയന ചെയ്തു കൂട്ടുന്നത് ഓരോന്നും പിങ്കിയെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പിങ്കിയുടെ സ്ഥാനം ഇവിടുന്ന് മാറ്റി അത് നയനയ്ക്ക് ഉറപ്പിക്കണം. അതിനുവേണ്ടി മാത്രമാണ് നയന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് കൊട പിടിച്ചു കൊടുക്കാൻ ഇപ്പം അർജുന്റെ അമ്മയും ഉണ്ട്. അതുകൊണ്ട് തന്നെയാ കാര്യങ്ങളൊക്കെ നയന വിചാരിക്കുന്ന വഴിക്ക് തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാ, ഒരിക്കലും പിങ്കിയെ തള്ളിക്കളയരുത്. പിങ്കി അർജുൻ ചെന്ന് വിളിച്ചാൽ ഉറപ്പായിട്ടും വരും. അതെനിക്ക് ഉറപ്പുണ്ട്. അർജുനോടുള്ള സ്നേഹം അത് ഭ്രാന്തമായി കഴിഞ്ഞിരിക്കുന്നു പിങ്കിക്ക്. അതുകൊണ്ട് ഉറപ്പായിട്ടും അർജുൻ വരും. അർജുൻ ചെന്ന് വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ നയന മാറി നിൽക്കുകയാണ് കേട്ടോ. നയന ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട്, എടി പിങ്കി എടി നന്ദേ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി. ഞാൻ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ കയറി പറ്റാൻ തുടങ്ങുമ്പം അവൾ ഓരോന്ന് പറഞ്ഞ് അർജുന്റെ മനസ്സ് മടിപ്പിക്കാൻ നോക്കുന്നു. അർജുന്റെ മനസ്സിലൊന്ന് കയറി പറ്റാനും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന, ഞാൻ കാണിച്ചു തരാം, ഇതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നേരെ സുമംഗലയുടെ അടുത്തേക്ക് ചെല്ലുക. അങ്ങനെ സുമംഗലയോട് ചെന്ന് നയന പറയുകയാണ്, അല്ല അപ്പച്ചി ഇതൊന്നും അറിയുന്നില്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അപ്പച്ചി അറിയുന്നില്ല എന്ന് ചോദിച്ചപ്പം, എന്താ മോളെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താ ഞാൻ അറിയാതെ നടക്കുന്നത്? അല്ല, അർജുന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ഗൗതവും നന്ദിയും കൂടെ തുനിഞ്ഞിറങ്ങിയേക്കുക. അർജുൻ പിങ്കിനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പിങ്കിയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുക. ഇതൊന്നും അറിഞ്ഞില്ലേ? നാണം കെട്ട്. എന്തിനാ ഇപ്പം അർജുൻ പോയി പിങ്കിനെ കൂട്ടിക്കൊണ്ട് വരേണ്ടത്? അത് ആരുടെ വിലയാ കളയുന്നത്? അത് സുമംഗലി അപ്പച്ചിയുടെ വിലയല്ലേ കളയുന്നത്? ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും അർജുനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് പിങ്കിയുടെ വീട്ടിലേക്ക് അർജുനെ വിടാതിരിക്കണം. അങ്ങനെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, പിങ്കി വീണ്ടും ഇവിടെ കയറി പറ്റും. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അതൊക്കെ വെറുതെ ആയി പോകും അപ്പച്ചി. എങ്ങനെയെങ്കിലും അർജുനെ തടയണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എരിവും ഒക്കെ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് സുമംഗലയ്ക്ക് കലി വന്നു കേട്ടോ. സുമംഗല, ഓഹോ അത് ശരിയാവത്തില്ലല്ലോ, അങ്ങനെ പോയാൽ ഒരിക്കലും ശരിയാവില്ലെന്ന് പറഞ്ഞ് നേരെ അർജുന്റെ അടുത്തേക്ക് ചെന്നിട്ട്, നീ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? നിന്നെ വേണ്ടാത്തവളുടെ പുറകെ നിനക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും നിന്നെ വേണ്ടാത്തവളുടെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കാവുള്ളൂ. ആ പിശാചിനെ വീണ്ടും ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരരുത്, നിന്റെ സ്വൈര്യം പോവുള്ളൂ. അതുപോലെ തന്നെ ഗൗതമും നന്ദയും പലതും നിന്നോട് പറഞ്ഞു തരും. അവർക്ക് ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, പിങ്കിനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിലേക്ക് കയറ്റുക എന്നത്. അങ്ങനെ കയറി കഴിഞ്ഞാൽ മോനെ, നിന്റെ കണ്ണുനീര് ഞാൻ കാണേണ്ടി വരും. നിന്റെ ജീവിതം പോയെന്ന് കൂട്ടിക്കൊണ്ടാ മതി. ആ പിശാച് ഇറങ്ങിപ്പോയതോടെ നിന്റെ ജീവിതം നന്നാകുക ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും പോകാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അർജുൻ പറഞ്ഞു, എന്നെ എല്ലാവരും കൂടി ഒന്ന് വെറുതെ വിടുവോ? എല്ലാവരും കൂടി എന്തൊക്കെ എന്നോട് പറഞ്ഞു തരുന്നത്? എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ആരും പറയിപ്പിച്ച് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ അങ്ങ് പോയിട്ടോ. അർജുൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സുമംഗലയും പതുക്കെ സുമംഗലയ്ക്ക് ഒരു മനമാറ്റമൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റൂ കേട്ടോ. ഈ സുമംഗല ചെയ്യുന്നത് തെറ്റ് തന്നെയാണെന്ന് സുമംഗലയ്ക്ക് പതിയെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സുമംഗല നിൽക്കുമ്പോഴേക്കും തന്നെ നന്ദ വന്നിട്ട് സുമംഗലയോട് പറയുന്നുണ്ട്, അപ്പച്ചി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പച്ചി ഒന്ന് ആലോചിച്ച് നോക്കപ്പച്ചി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പച്ചിക്ക് തോന്നുന്നുണ്ടോ അർജുന്റെ മുമ്പിൽ പിങ്കി അല്ലാതെ വേറൊരു പെണ്ണിനെ കൊണ്ട് നിർത്തിയാലും അർജുൻ വിവാഹം കഴിക്കുമെന്നോ, അല്ലാതെ ഇനി അവർ ഒരുമിച്ച് ജീവിക്കുമെന്നോ, അർജുൻ ഒരു ജീവിതം ഉണ്ടാകുമെന്നോ അപ്പച്ചിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ?
അപ്പച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലാതെ വെറുതെ എടുത്തു ചാടി അവരുടെ ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അവരുടെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുമല്ല പിങ്കി ഈ രീതിയിൽ അർജുനെ സംശയിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു സംശയം വേറെ ഒന്നുമല്ല, സ്നേഹത്തിന്റെ പുറത്തുള്ളതാണ്. അവരപ്പോ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ നല്ലതുപോലെ ജീവിക്കുമെന്ന് അപ്പച്ചിക്ക് തോന്നുന്നില്ലേ? അതുപോലെ അർജുന്റെ ജീവിതം നല്ല രീതിയിലാകാൻ വേണ്ടിയല്ലേ അപ്പച്ചി അവിടെയും ഇവിടെയും പോയി ഭജന ഇരുന്നതും പ്രാർത്ഥിച്ചതുമൊക്കെ. എന്നിട്ട് ഇപ്പം അപ്പച്ചി തന്നെ അവന്റെ ജീവിതം കുളവാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നന്ദ അങ്ങ് പോയത്. ഇതൊക്കെ കേട്ടിട്ട് വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ സുമംഗലയുടെ ഈ മാറ്റം നമ്മുടെ നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നയന സ്വയമേ മനസ്സിലാക്കുകയാണ്, ഇനിയിപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാല് ഒരിക്കലും സുമംഗല കൂടത്തിൽ നിൽക്കില്ല. അപ്പൊ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോണം. അപ്പൊ ഈ സ്വർണം എന്ന് പറയുന്നത് നമ്മുടെ പിങ്കിയുടെ ആ ഒരു ബാഗിനകത്തുണ്ട് താനും. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക്. അപ്പൊ ആ ഒരു സ്വർണം പിങ്കിയുടെ ബാഗിൽ തന്നെ ഇരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ അർജുൻ രണ്ടും കൽപ്പിച്ച് പിങ്കിനെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ പിങ്കിനെ വിളിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് ചെല്ലുന്നു. പിങ്കി ആണെങ്കിൽ ഊണില്ല ഉറക്കമില്ല ആ ഒരു രീതിയിൽ തന്നെയാണ്. നന്ദയും ഗൗതമും ഒക്കെ പറഞ്ഞ് ലക്ഷ്മിയും ഒക്കെ പറഞ്ഞ് മനസ്സ് മാറ്റി നമ്മുടെ അർജുൻ നേരെ പിങ്കിനെ വിളിക്കാൻ വേണ്ടി ആ വീട്ടിൽ ചെല്ലുമ്പോൾ പക്ഷേ നമ്മുടെ അർജുന് നേരിടേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു മാനസികാവസ്ഥ തന്നെയാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും തന്നെ ആദ്യം ഇറങ്ങി വരുന്നത് പിങ്കിയുടെ പപ്പയാണ്. പിങ്കിയുടെ പപ്പ ഇറങ്ങി വന്നതേ ചോദിക്കുന്നുണ്ട്, എന്താ അർജുൻ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? എന്റെ മകളെ കള്ളിയാക്കാനാണോ, അതോ എന്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാനാണോ, അതോ ഇനിയിപ്പം വേറെ വല്ല ഉദ്ദേശമുണ്ടോ? എന്ത് ഉദ്ദേശം ഉണ്ടെങ്കിലും ആ ഉദ്ദേശം ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് നിങ്ങളെ അല്ല കാണേണ്ടത്, എന്റെ ഭാര്യനെയാണ് എനിക്ക് കാണേണ്ടത്, എനിക്ക് പിങ്കിയോടാണ് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പിങ്കിയുടെ പപ്പ പറഞ്ഞു, പിങ്കിയോട് സംസാരിച്ചാലും എന്നോട് സംസാരിച്ചാലും ഞങ്ങൾ രണ്ടും പറയുന്നത് ഒന്ന് തന്നെ ആയിരിക്കും. ഇനി ഇന്ദീവരം തറവാട് എന്ന ആ ഒരു വീട്ടിലേക്ക് എന്റെ മകൾക്കൊരു മടങ്ങി വരവില്ല. അപ്പോഴത്തേക്കും അർജുൻ പറഞ്ഞു, അത് പിങ്കി പറയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിങ്കി വന്നു. പിങ്കി വന്നതും അർജുനെ കണ്ടതും എന്തോ മരുഭൂമിയിൽ മഴ പെയ്ത മട്ടാണ് നമ്മുടെ പിങ്കിയുടെ മനസ്സ്. പക്ഷേ പിങ്കിയുടെ പപ്പ പിങ്കിയുടെ വാ തുറക്കാൻ സമ്മതിക്കുന്നില്ല. പിങ്കി സംസാരിക്കേണ്ട സ്ഥാനത്ത് പപ്പ തന്നെയാണ് സംസാരിക്കുന്നത്. ലാസ്റ്റ് അവിടെ നിന്ന് അർജുന് മടങ്ങി പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ പിങ്കിയുടെ കഴുത്തിൽ കിടക്കുന്ന താലമാല ഊരി അർജുന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ് പിങ്കിയുടെ പപ്പ. എന്നിട്ട് പിങ്കിനെ അവിടെ നിന്ന് വിടുന്നില്ല കേട്ടോ. പിങ്കി ഒരു തരത്തിൽ അപ്പനെ വിഷമിപ്പിച്ചിട്ട് പോകാനും പറ്റില്ല. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മുടെ പിങ്കി നിൽക്കുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ പിങ്കിയും അർജുനും ഒക്കെ കിടന്ന മാനസിക പിരിമുറുക്കത്തിൽ തന്നെയാണ് നമ്മൾ അടുത്ത ആഴ്ചയും കാണാൻ പോകുന്നത്. ഏതായാലും നയനിയുടെ മുഖം മൂടി നന്ദ തന്നെ വലിച്ചു കീറും അർജുന്റെ മുന്നിൽ തന്നെ നമ്മുടെ നയന കള്ളിയാണെന്ന് തെളിയും. അതൊക്കെ അടുത്ത ആഴ്ച നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് തന്നെ ഒരു അടിപൊളി വിശേഷമാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ സുമംഗല തിരിയുന്നുണ്ട്. പൂർണ്ണമായിട്ടും സുമംഗല നയനയിൽ നിന്ന് തിരിയും. അപ്പം ആ ഒരു സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് നയനയാണെന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ തന്നെ നയനയെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇതിനിടയിൽ വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. വേറെ ഒന്നുമല്ല, നമ്മുടെ അർജുനെ ഓവറായിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് പിങ്കിയുടെ പപ്പ. അപ്പൊ പിങ്കിയുടെ പപ്പയ്ക്ക് അവിടെ നടന്ന സംഭവങ്ങളൊന്നും തന്നെ അറിയത്തില്ല. വിവാഹം കഴിഞ്ഞിട്ട് അവിടെ എന്താണ് സംഭവിച്ചത് ഒന്നൊന്നും അറിയില്ല. കാരണം ഇവരുടെ ജീവിതത്തിനിടയിൽ ഇതുവരെ ഒരു വിവാഹ ജീവിതം ഉണ്ടായിട്ടില്ല. അത് പിങ്കി കാരണം തന്നെയാണെന്ന് പിങ്കിയുടെ പപ്പയ്ക്ക് അറിയില്ല. അപ്പൊ പിങ്കിയുടെ പപ്പയോട് പിങ്കി എല്ലാം തുറന്നു പറയുകയാണ്, അർജുനെ എല്ലാത്തിനും കുറ്റപ്പെടുത്തരുത് പപ്പ. കാരണം എന്റെ കയ്യിലുമുണ്ട് കുറെ തെറ്റുകള്. സത്യത്തിൽ എന്റെ കയ്യിൽ മാത്രമാണ് തെറ്റുള്ളത്. ഞാനാണ് അർജുനുമായിട്ട് ഒത്തുപോകാതിരുന്നതും ഒരു കുടുംബജീവിതം നയിക്കാതെ ഇരുന്നതും ഒക്കെ ഞാൻ കാരണമാണ്. അർജുന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പം 7 പണ്ടേ എന്നെ ഇട്ടിട്ട് പോയേനെ എന്ന് പറഞ്ഞ് അവിടുത്തെ സകല കാര്യങ്ങളും തുറന്നു പറയുകയാണ് കേട്ടോ. അതായത് അർജുന്റെ മുമ്പിൽ വെച്ച് ഗൗതമിനോട് അമിത സ്വാതന്ത്ര്യം കാണിച്ച കാര്യം വരെ തുറന്നു പറയുന്നു. ഇത് കേട്ട് കഴിയുമ്പോഴാണ് പിങ്കിയുടെ പപ്പയ്ക്ക് തോന്നുന്നത് താൻ ചെയ്ത് തെറ്റായി പോയല്ലോ. താലിമാല വലിച്ചു പൊട്ടിച്ച് അർജുന്റെ മുഖത്തേക്ക് എറിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും, ഞാൻ എന്ത് തെറ്റാണ്, ഞാൻ എന്ത് പാപമാണ് ചെയ്തത് എന്ന ആ ഒരു ചിന്തയും കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കഥയുടെ ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ കഥയ്ക്ക് ഒരു ക്ലൈമാക്സ് ഉണ്ടാകും കേട്ടോ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷയോടെ നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.